ഇന്ന് നമുക്ക് അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ദൈവസഭ എന്ന ശീർഷകത്തോടെ ദൈവവചനം പഠിക്കാം. നമ്മുടെ ദൈവസഭ യേശു സ്ഥാപിക്കുകയും അപ്പോസ്തലന്മാരിലൂടെ വികസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 4-ാം നൂറ്റാണ്ടോടെ ശബ്ബത്തും പെസഹയും അപ്രത്യക്ഷമാവുകയും ദൈവത്തിന്റെ ചട്ടങ്ങൾ പുറജാതീയ ആചാരങ്ങളാൽ മാറ്റിസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. വെളിച്ചം ഇല്ലാതിരുന്നതിനാൽ സഭാചരിത്രത്തിൽ ഇതിനെ അന്ധകാരയുഗം എന്ന് വിളിക്കുന്നു. അന്ധകാരയുഗത്തിനു ശേഷം അവിടുത്തെ മക്കളെ രക്ഷിക്കുവാനായി 1918 ക്രിസ്തു അൻസംഘം ഭൂമിയിൽ വന്നു. 1948 30-ാം വയസ്സിൽ പ്രവചിച്ചതുപോലെ പരിശുദ്ധാത്മയുഗത്തിൽ അവിടുന്ന് സുവിശേഷാവേല ആരംഭിച്ചു. അത്തിവൃക്ഷത്തിന്റെ കൊമ്പുകൾ ഇളകി ഇലകൾ പുറത്തുവരുമ്പോൾ മനുഷ്യപുത്രൻ വാതിൽക്കൽ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. ദാവീദിന്റെ പ്രവചനത്തിന്റെ 37-ാം വർഷമായ 1985 അവിടുന്ന് ദാവീദിന്റെ സിംഹാസനം പൂർത്തിയാക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. അവിടുത്തെ സ്വർഗാരോഹണത്തിന് 4 വർഷം മുമ്പ് രണ്ടാമത് വരുന്ന ക്രിസ്തു 37 വർഷത്തെ സുവിശേഷ വേല പൂർത്തിയാക്കിയ ശേഷം ഭൗതിക മരണത്തിലൂടെ കടന്നുപോകുമെന്ന് പ്രതിവാര മതം എന്ന പത്രത്തിലൂടെ പിതാവ് അൻസംഘം മുൻകൂട്ടി പറഞ്ഞു. തുടർന്ന് 4 വർഷത്തിനു ശേഷം അവിടുന്ന് പ്രവചനമനുസരിച്ച് കടന്നുപോയി. ബൈബിളിലെ പ്രവചനമനുസരിച്ച് ആദം ഗാഠനിദ്രയിൽ വീണപ്പോൾ ആരാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഹവ്വ സൃഷ്ടിക്കപ്പെട്ടു. പ്രവചിക്കപ്പെട്ടതുപോലെ പിതാവ് അവിടുത്തെ മക്കളെ സ്വർഗീയ മാതാവിനെക്കുറിച്ച് പഠിപ്പിക്കുകയും അവരെ അവിടുത്തെ അസ്തിത്വത്തിലേക്ക് ഉണർത്തുകയും ചെയ്തു. എലീശ എലിയാവിനെ അനുഗമിച്ചു, യോശുവ മോശയെ അനുഗമിച്ചു, പത്രോസ് യേശുവിനെ അനുഗമിച്ചു, ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു എന്ന് അവിടുന്ന് എഴുതി. ഈ രീതിയിൽ അവിടുത്തെ മക്കൾക്കായി വിലയേറിയ ഉപദേശങ്ങൾ നൽകുവാനായി ഇവ അവിടുത്തെ സ്വന്തം കൈയെഴുത്തുപ്രതിയായി ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അതിനുശേഷം ദൈവസഭയിലെ അംഗങ്ങൾ സ്വർഗീയ മാതാവിന്റെ മാർഗനിർദ്ദേശത്തിലൂടെയും നേതൃത്വത്തിലൂടെയും ഏകദേശം 40 വർഷത്തോളം സുവിശേഷത്തിന്റെ പാതയിൽ ഉത്സാഹത്തോടെ നടന്നു. നാം ദൈവമക്കളാണെങ്കിലും ദുഃഖത്തിന്റെ നാളുകൾ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. ചില സമയങ്ങളിൽ നാം ആളുകളാൽ അപമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അവസാനം ദൈവം നമുക്ക് സന്തോഷത്തിന്റെയും മഹത്വത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു ദിവസം നൽകുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു. പിതാവ് ഈ ഭൂമിയിലേക്ക് വരികയും 1964 ബൈബിളിൽ പ്രവചിക്കപ്പെട്ടതുപോലെ അവിടുന്ന് സഭയുടെ പേര് പുനഃസ്ഥാപിച്ചു. അങ്ങനെ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. പിതാവിന്റെയും മാതാവിന്റെയും മാർഗനിർദ്ദേശത്തിനും നേതൃത്വത്തിന്റെയും കീഴിൽ ബൈബിൾ പ്രവചിച്ചതുപോലെ ശമര്യ മുതൽ ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. മർക്കോസിന്റെ മാളികമുറി പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് ആരംഭിച്ച ദൈവസഭ ഇപ്പോൾ പിതാവിന്റെയും മാതാവിന്റെയും അനുഗ്രഹത്തിന് കീഴിൽ കൊറിയയിൽ മാത്രമല്ല ലോകമെമ്പാടും സുവിശേഷം വ്യാപിക്കുന്നു. ഓരോ രാജ്യത്തും ആളുകൾ അവരുടെ പ്രശസ്ത സർവകലാശാലകളെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെയും കുറിച്ച് അഭിമാനിക്കുന്നു. നിങ്ങൾ അത്തരം സ്ഥാപനങ്ങളുടെ അംഗമായിരുന്നെങ്കിൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുമായിരുന്നു. സ്വർഗത്തിലെ മാലാഖമാർ ആരോടാണ് അസൂയപ്പെടുന്നത്? പുതിയ ഉടമ്പടി പാലിക്കുന്ന ദൈവസഭയിലെ അംഗങ്ങളോടാണ് അവർ അസൂയപ്പെടുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. അവർ ലോകത്തിന്റെ രാജാക്കന്മാരോട് അസൂയപ്പെടുന്നില്ല. അവർ പ്രശസ്ത പണ്ഡിതരോടും പ്രശസ്ത ഡോക്ടർമാരോടും അസൂയപ്പെടുന്നില്ല. ഇന്ന് ഇവിടെയിരിക്കുന്ന സിയോൻ അംഗങ്ങളോടാണ് അവർ അസൂയപ്പെടുന്നു, ശരിയല്ലേ?
അതിനാൽ ദൈവസഭയിൽ പങ്കെടുക്കുന്നതിൽ നിങ്ങൾ അഭിമാനിക്കണം. അത് എന്തുകൊണ്ടാണ്? ആരാണ് ദൈവസഭ സ്ഥാപിച്ചത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് പുത്രന്റെ യുഗത്തിൽ യേശുവാണ് ദൈവസഭ സ്ഥാപിച്ചത്. എല്ലാ ക്രിസ്ത്യാനികളും അപ്പോസ്തലനായ പത്രോസിനെയും പൗലോസിനെയും വെളിപ്പാട് പുസ്തകം എഴുതിയ അപ്പോസ്തലനായ യോഹന്നാനെയും ആരാധിക്കുന്നില്ലേ? എന്നാൽ അവർ ഏത് സഭയിലായിരുന്നു പങ്കെടുത്തത്? അത് നമ്മുടെ സഭയാണ്. നമ്മുടെ സഭ ബൈബിളിനാലും പ്രവാചകന്മാരാലും സാക്ഷീകരിക്കപ്പെടുകയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിക്കപ്പെടുകയും ദൈവം സ്വയെ അവിടുത്തെ ഉപദേശങ്ങളെ പഠിപ്പിക്കപ്പെടുകയും ചെയ്ത സഭയാണ്. ഈ സഭയിൽ പങ്കെടുക്കുന്നതിൽ നാം അഭിമാനിക്കണം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ സഭയിൽ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ആളുകളോട് ചോദിക്കാവുന്നതാണ്. അതെ എന്ന് അവർ പറഞ്ഞാൽ നിങ്ങളുടെ സഭ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കുക. നമ്മുടെ സഭ ദൈവം സ്ഥാപിച്ചതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ സഭയെക്കുറിച്ച് ജിജ്ഞാസയില്ലേ? ഇന്ന് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിലുടനീളം ദുഃഖത്തിന്റെ ദിനങ്ങൾ ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നു. യെരൂശലേമിന് ദുഃഖത്തിന്റെ നാളുകൾ അവസാനിക്കുന്നതുവരെ അവിടുത്തെ മക്കളെ ഈ ലോകത്ത് സ്വാഗതം ചെയ്യില്ല. എന്നിരുന്നാലും ഈ ദുഃഖത്തിന്റെ നാളുകൾ ബൈബിളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നാം അവയെ ശ്രദ്ധാപൂർവം മറികടക്കേണ്ടതല്ലേ? ഇത് ഘട്ടം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖകാലം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയും. അവസാനം അവിടുന്ന് നമുക്ക് എന്ത് നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്? അവിടുന്ന് നമുക്ക് മഹത്വത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകൾ നൽകും എന്നല്ലേ ഇതിനർത്ഥം? ദൈവസഭയെക്കുറിച്ചുള്ള പ്രവചനം നമുക്ക് 1 കൊരിന്ത്യർ അധ്യായം 1 നോക്കാം. 1 കൊരിന്ത്യർ അധ്യായം 1 വാക്യം 2. കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്കു തന്നെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൊരിന്തിലെ സഭയുടെ പേര് എന്തായിരുന്നു? അത് ദൈവസഭ എന്നായിരുന്നു. ബൈബിളിൽ ദൈവസഭയെക്കുറിച്ച് മാത്രമാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഈ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഭയാണ് ദൈവസഭ. സഭയുടെ പേര് ദൈവസഭ എന്നാണ് അതിനു കാരണം അത് ദൈവത്താൽ സ്ഥാപിതവും നയിക്കപ്പെടുന്നതുമാണ്. അതിനാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു സഭ സ്ഥാപിച്ചപ്പോൾ അവിടുന്ന് അതിനെ ദൈവസഭ എന്ന് നാമകരണം ചെയ്തു. അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും യോഹന്നാനും മുൻകാല സഭയിലെ സകല വിശുദ്ധന്മാരും പങ്കെടുത്ത ദൈവസഭയായിരുന്നു. നമുക്ക് 1 കൊരിന്ത്യർ അധ്യായം 11 വാക്യം 20 നോക്കാം. നമുക്ക് വാക്യം 20 നോക്കാം. നിങ്ങൾ കൂടിവരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകൾ ഇല്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയേണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഇവിടെ ഏത് പേരാണ് എഴുതിയിരിക്കുന്നത്? ദൈവസഭ. മുൻകാല സഭയുടെ കാലത്തുപോലും ചില അംഗങ്ങൾ ദൈവസഭയുടെ ചട്ടങ്ങൾ പാലിക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചിരുന്നു. അത്തരം പ്രവൃത്തികൾ ഒരിക്കലും ദൈവസഭയ്ക്കുള്ളിൽ ചെയ്യരുത് എന്നും ദൈവസഭയോട് അവജ്ഞത കാണിക്കുന്നത് സ്വീകാര്യമല്ല എന്ന ഉദ്ദേശ്യത്തോടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതിയത്. നമുക്ക് അധ്യായം 15 പോകാം. 1 കൊരിന്ത്യർ അധ്യായം 15 വാക്യം 9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ.
അപ്പോസ്തലനായ പൗലോസ് യഹൂദമതത്തിലെ അംഗമായിരുന്നപ്പോൾ അവൻ ദൈവസഭയെ ഉപദ്രവിച്ചിരുന്നു. ദമ്മേശക്കിലേക്കുള്ള വഴിയിൽ അവൻ സ്വർഗത്തിൽ നിന്നുള്ള ശോഭയേറിയ വെളിച്ചം കണ്ടു. വെളിച്ചം വളരെ ശക്തമായിരുന്നതിനാൽ അവൻ നിലത്തു വീണു. വെളിച്ചത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. അക്കാലത്ത് അപ്പോസ്തലനായ പൗലോസിന്റെ പേര് ശൗൽ എന്നായിരുന്നു. ശൗലേ, ശൗലേ എന്ന് വിളിക്കുന്ന യേശുവിന്റെ ശബ്ദം അവൻ കേട്ടു. അതിനാൽ അവൻ കർത്താവേ, നീ ആരാണ് എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. പൗലോസ് ആശ്ചര്യപ്പെട്ടു. അതുവരെ താൻ ദൈവഹിതപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് അവൻ കരുതി. എന്നാൽ അവൻ ദൈവഹിതത്തെ അനുഗമിക്കുന്നവരെ ഉപദ്രവിക്കുകയായിരുന്നു. അതിനാലാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചത്. നമുക്ക് വാക്യം 9 വീണ്ടും നോക്കാം. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. ഞാൻ യഹൂദമതത്തിൽ ആയിരുന്നപ്പോൾ ഞാൻ ദൈവസഭയിലെ അംഗങ്ങളെ ഉപദ്രവിച്ചു. എന്നാൽ എനിക്ക് വിലയേറിയ സ്ഥാനവും ഒരു അപ്പോസ്തലന്റെ സ്ഥാനപ്പേരും ലഭിച്ചു. ഞാൻ ഈ അനുഗ്രഹത്തിന് അർഹനല്ല എന്നിങ്ങനെ പൗലോസ് ചിന്തിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സത്യം തിരിച്ചറിയുന്നതിനു മുമ്പ് ദൈവസഭയെ എങ്ങനെ ഉപദ്രവിച്ചുവെന്ന് വിശദീകരിക്കുകയാണ്. നമുക്ക് 1 തിമോഥെയോസ് അധ്യായം 3 വാക്യം 15 നോക്കാം. അധ്യായം 3 വാക്യം 15. താമസിച്ചുപോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്നു. അത് എന്താണ്? ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നു നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്കു പ്രത്യക്ഷനായി. നാം ഈ വാക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു സ്ഥാപിച്ച മുൻകാല സഭയുടെ പേര് എന്തായിരുന്നു? അത് ദൈവസഭ ആയിരുന്നു. അങ്ങനെയെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവസഭ പണിതത്? നമുക്ക് എഫെസ്യർ അധ്യായം 2 വാക്യം 20 നോക്കാം. അധ്യായം 2 വാക്യം 20. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതുവരുന്നു. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും വിശ്വാസത്തിന്റെയും അവർ പഠിച്ച സത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഏതു സഭയാണ് പണിതത്? അത് ദൈവസഭയായിരുന്നു. യേശു ഈ രീതിയിൽ അത് സ്ഥാപിച്ചു. ബൈബിളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതും ഭാവി ഉറപ്പുനൽകുന്നതുമായ സഭ ക്രിസ്തു സ്ഥാപിച്ചു. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി അവിടുന്ന് ദൈവസഭ സ്ഥാപിച്ചു. അതിനാൽ നമ്മുടെ സഭയെക്കുറിച്ച് നാം അഭിമാനിക്കണം. നമുക്ക് മത്തായി അധ്യായം 16 വാക്യം 15 നോക്കാം. മത്തായി അധ്യായം 16 വാക്യം 15. നിങ്ങളോ എന്നെ ആർ എന്നു പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ നമുക്ക് ഒരു സൂക്ഷ്മപരിശോധന നടത്താം. വാക്യം 18. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്ന് ആരെയാണ് സൂചിപ്പിക്കുന്നത്? യേശു. ഈ പാറമേൽ ഞാൻ. അവിടുന്ന് എന്തു ചെയ്യും? എന്റെ സഭയെ പണിയും. എന്റെ സഭ എന്നത് ആരുടെ സഭയാണ്? യേശു തൃത്വമനുസരിച്ച് പുത്രനാം ദൈവമാണ്, പിതാവ്, പുത്രൻ, വിശുദ്ധാത്മാവ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാളഗോപുരങ്ങൾ അതിനെ
പാതാളഗോപുരങ്ങൾ എന്തു ചെയ്യില്ല? അവർ ജയിക്കയില്ല എന്നു ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്കു തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നു ഉത്തരം പറഞ്ഞു. ഈ സഭയുടെ അധികാരം യേശു അംഗീകരിച്ചു. നാം മത്തായി അധ്യായം 16 സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞുകൊണ്ട് യേശു പത്രോസിനെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പത്രോസും പൗലോസും യോഹന്നാനും പങ്കെടുത്ത സഭയും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്താൽ പണിത സഭയും നാം കണ്ടെത്തുന്നുവെങ്കിൽ, ആരാണ് ആ സഭ സ്ഥാപിച്ചതെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കില്ലേ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ സഭ സ്ഥാപിക്കും എന്നും ജഡത്തിൽ വന്ന ദൈവത്തെ തിരിച്ചറിയുന്നതിനായി സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിന് നൽകി എന്നും യേശു പറഞ്ഞു. ഏത് സഭയ്ക്കാണ് അത്തരം അനുഗ്രഹങ്ങൾ ലഭിച്ചത് എന്ന് നാം ചോദിക്കണം. നാം ബൈബിളിനെ അവഗണിക്കരുത്, മറിച്ച് അവ ശ്രദ്ധാപൂർവം പരിശോധിക്കണം. അതേ സഭയിൽ നാം പങ്കെടുത്താൽ അത് അത്ഭുതകരമായിരിക്കയില്ലേ? എല്ലാവരോടുമായി ഈ സഭ നമുക്ക് രക്ഷയുടെ ഉറപ്പുനൽകുകയും സത്യം വാഗ്ദത്തം ചെയ്യപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ദൈവസഭയാണ്. നാം ഇത് തീർച്ചയായും അറിഞ്ഞിരിക്കണം. നമുക്ക് ലൂക്കോസ് അധ്യായം 22 വാക്യം 7 നോക്കാം. ലൂക്കോസ് അധ്യായം 22 വാക്യം 7. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്നു പറഞ്ഞു. പത്രോസും യോഹന്നാനും പെസഹ ആചരിക്കുവാൻ ഒരുക്കിയിരുന്ന സഭയായിരുന്നു അത്. അങ്ങനെ ചെയ്യുവാൻ അവരോട് ആരാണ് കൽപ്പിച്ചത്? ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വരികയും പത്രോസിനെയും യോഹന്നാനെയും ഒരുക്കങ്ങൾ ചെയ്യുവാൻ അയച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ സഭയെ സത്യത്തിലൂടെ ദൈവം ഒന്നെന്നായി വെളിപ്പെടുത്തുന്നു. ഇക്കാലത്ത് കടൽത്തീരത്തിലെ മണൽത്തരി പോലെ ധാരാളം സഭകളുണ്ട്. എന്നിരുന്നാലും പെസഹയെ വിലമതിക്കുകയും സത്യത്തിന്റെ ന്യായപ്രമാണത്തെ മാനിക്കുകയും ചട്ടങ്ങൾക്കനുസൃതമായി ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നത് ഏത് സഭയാണ്? അത് ദൈവസഭ മാത്രമാണ്. നമുക്ക് തുടരാം. വാക്യം 14. സമയം ആയപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. പെസഹ കഴിക്കുക എന്നതിനർത്ഥം പെസഹ ആഘോഷിക്കുക എന്നല്ലേ? പെസഹയുടെ ചട്ടങ്ങൾക്കുള്ളിൽ നാം മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം കുടിക്കുകയും ചെയ്യണം. യേശു പെസഹ കഴിക്കുവാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ പണിത സഭ പെസഹ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്ന സഭയായിരിക്കണം. എന്നിരുന്നാലും മറ്റ് സഭകൾ പെസഹ ആചരിക്കുന്നുണ്ടോ? പെസഹ ആചരിക്കുന്ന മറ്റൊരു സഭയും ഇല്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മറ്റ് സഭകൾ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ പണിത യേശു സ്ഥാപിച്ച സഭയല്ല എന്ന് ഇത് തെളിയിക്കുന്നില്ലേ? പെസഹ യേശു സ്ഥാപിച്ചതും ആചരിക്കുവാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചതുമായ സത്യമാണ്. നമുക്ക് ഈ സത്യം കാണുവാൻ സാധിക്കുന്നത് വേൾഡ് മിഷൻ സൊസൈറ്റി ചർച്ച് ഓഫ് ഗോഡിൽ മാത്രമാണ്, ശരിയല്ലേ? നമുക്ക് വാക്യം 19 പോകാം. വാക്യം 19. പിന്നെ അപ്പം എടുത്തു, വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇതു നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നു പറഞ്ഞു. യേശു എന്താണ് പറഞ്ഞത്? എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഇത് യേശു സ്ഥാപിച്ച നിയമവും കൽപ്പനയും ചട്ടവുമാണ്. യേശു സ്ഥാപിച്ചതും അപ്പോസ്തലന്മാർ പങ്കെടുത്തതും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ പണിത സഭയ്ക്ക് എന്തു സത്യമാണ് ഉണ്ടായിരിക്കേണ്ടത്? ആ സഭയ്ക്ക് പെസഹയുടെ സത്യം ഉണ്ടായിരിക്കണം.
ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന നിരവധി സഭകൾ ഉണ്ടെങ്കിലും അവർ പെസഹ ആചരിക്കുന്നില്ല. യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? അവിടുന്ന് നമ്മെ രക്ഷിക്കുവാൻ വന്നു എന്ന് പറയുന്നു. നമ്മുടെ രക്ഷയുമായി പെസഹയ്ക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിൽ അതിനെ വാഞ്ചയോടെ ആചരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുമായിരുന്നു. വാക്യം 20 തുടരാം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. അവിടുന്ന് പെസഹ വീഞ്ഞ് എടുത്തു. ഈ പാനപാത്രം അത് എന്താണ്? നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഈ സത്യത്തെ അടിസ്ഥാനമാക്കി സ്ഥാപിതമായ സഭയുടെ പേര് എന്താണ്? അത് ദൈവസഭയാണ്. ഇതാണ് ഞങ്ങൾ പങ്കെടുക്കുന്ന സഭ എന്ന് നാം ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കുകയും മനുഷ്യരാശിയെ രക്ഷയിലേക്ക് നയിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളിലേക്കും ഈ സത്യം വ്യാപിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെസഹ ദിനത്തിൽ ഈ പാനപാത്രം അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമെന്ന് യേശു പറഞ്ഞു. മത്തായി അധ്യായം 26 എഴുതിയ ഈ സത്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ ആചാരത്തിന്റെ അർത്ഥവും പ്രാധാന്യവും നമുക്ക് കണ്ടെത്താം. നമുക്ക് എഫെസ്യർ അധ്യായം 2 പോകാം. എഫെസ്യർ അധ്യായം 2 വാക്യം 11. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാർ എന്നു പേരുള്ളവരാൽ ആഗ്രചർമ്മക്കാർ എന്നു വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്തു നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദുരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ. നാം എങ്ങനെയാണ് സമീപസ്ഥരായിരിക്കുന്നത്? ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. ക്രിസ്തുവിന്റെ രക്തവുമായി ബന്ധപ്പെട്ട സത്യത്തിന്റെ ഉടമ്പടി വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പ് നാം അന്യരും പരദേശികളുമായിരുന്നു, എന്നാൽ ഇപ്പോൾ നാം അവിടുത്തെ രക്തത്താൽ അടുത്തുവന്നിരിക്കുന്നു. നമുക്ക് വാക്യം 19 പോകാം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, നിങ്ങൾ ഇനി മുതൽ അതിഥികളല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ഭവനക്കാർ എന്ന വാക്കിന്റെ അർത്ഥം കുടുംബം എന്നാണ്. ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നാം ദൈവത്തോട് അടുക്കുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ നാം ആരെന്നാണ് ബൈബിൾ പറയുന്നത്? നമ്മൾ ദൈവത്തിന്റെ കുടുംബമാണ്. അങ്ങനെയെങ്കിൽ പെസഹ അപ്പവും വീഞ്ഞും നമ്മെ ദൈവത്തിന്റെ കുടുംബമാക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരോടുമായി. മക്കൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് എന്താണ് അവകാശമാക്കുന്നത്? അവർ തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മാംസവും രക്തവും അവകാശമാക്കുന്നു. ഈ ഭൗതിക തത്വത്തിലൂടെ ദൈവം നമ്മെ ഉണർത്തുന്നു. പെസഹ അപ്പം അവിടുത്തെ മാംസത്തെയും പെസഹ വീഞ്ഞ് അവിടുത്തെ രക്തത്തെയും പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ മാംസവും രക്തവും സ്വീകരിക്കുന്നതിലൂടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പിതാവിന്റെയും മാതാവിന്റെയും അവരുടെ മക്കളുടെയും ബന്ധമായി സ്ഥാപിക്കപ്പെടുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് പെസഹ ആചരിക്കുന്ന ഏതെങ്കിലും സഭകളുണ്ടോ? ഇത് ശരിക്കും അത്ഭുതകരമാണ്. അതിനാലാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അവർ കണ്ടിട്ടു കാണാതെയും കേട്ടിട്ടു കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവർ. ബൈബിൾ പഠിപ്പിക്കൽ പ്രകാരം നാം യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിൽ നിന്നും അത്തരം അനുഗ്രഹങ്ങൾ ലഭിച്ചതിനാൽ നമുക്ക് ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും അവരെ സമീപിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത്? യേശു സ്ഥാപിച്ച സഭയിലേക്ക് ഞാൻ പോകുന്നു. ഈ രീതിയിൽ നമ്മുടെ സഭയിലും സത്യത്തിലും നമുക്ക് അഭിമാനമുണ്ടായിരിക്കണം. ഇതിനെയല്ലേ വിശ്വാസം എന്ന് പറയുന്നത്? ബൈബിളിലെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നതിൽ നാം പരാജയപ്പെടുകയും
പാതയോരത്തോ പാറക്കെട്ടുകളിലോ വീണ വിത്തുകളെപ്പോലെ ആയിത്തീരുകയും ചെയ്താൽ, സൂര്യനു കീഴിൽ വീണു ഉണങ്ങിയ വിത്തുകളെപ്പോലെ നാം വിഡ്ഢിത്തം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് അധ്യായം 3 യേശു ഇങ്ങനെ പറഞ്ഞത്: നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഈ മഹത്തായ സത്യത്തെ നാം ഒരിക്കലും നിസ്സാരമായി കാണരുതെന്നും ഏശാവിനെപ്പോലെ അതിനെ ഉപേക്ഷിക്കരുതെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ലോകത്തെ രക്ഷിക്കുക എന്ന മഹത്തായ ഉദ്ദേശ്യത്തോടെയാണ് ദൈവം ഈ ഭൂമിയിൽ സഭ സ്ഥാപിച്ചത്. ഇക്കാരണത്താൽ അവിടുന്ന് ആരോഹണം ചെയ്യുന്നതിനു മുമ്പ് ശിഷ്യന്മാരോട് ഒരു അഭ്യർത്ഥന നടത്തി. അവിടുന്ന് വീണ്ടും വരുന്നിടവരെ നാം എന്തു ചെയ്യണമെന്ന് അവിടുന്ന് പറഞ്ഞത്: ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും ഈ സുവിശേഷം പ്രസംഗിക്കുക എന്ന് അവിടുന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നാം ചെയ്ത പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനുള്ള ഏക മാർഗം സുവിശേഷം സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. മത്തായി അധ്യായം 28 യേശുവിന്റെ കൽപ്പന നമുക്ക് സ്ഥിരീകരിക്കാം. നമുക്ക് മത്തായി അധ്യായം 28 വാക്യം 18 നോക്കാം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിൽ പണിതും ദൈവത്താൽ സ്ഥാപിതവുമായ ദൈവസഭയുടെ പങ്ക് എന്നത് രക്ഷ എന്താണെന്നും സ്വർഗം എന്താണെന്നും ഇതറിയാതെ ജീവിക്കുന്ന മനുഷ്യരാശിക്ക് നരകം ഉണ്ടോ ഇല്ലയോ എന്നും പഠിപ്പിക്കുകയും ഈ ഭൂമിയിൽ നീതിയോടെയും ആത്മാർത്ഥതയോടെയും സദ്ഗുണത്തോടെയും ജീവിക്കുവാൻ അവരെ നയിക്കുകയും ചെയ്യുന്നു. മാനസാന്തരപ്പെടുവാനും സ്വർഗത്തിൽ അവർ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനും വേണ്ടി ഭൗമിക ജീവൻ അവർക്ക് നൽകപ്പെട്ടുവെന്ന് മനുഷ്യരാശിയെ പഠിപ്പിക്കുവാൻ യേശു അവിടുത്തെ സഭയോട് കൽപ്പിച്ചു. അങ്ങനെ അവർക്ക് എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറയുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കഴിയും. അതിനാൽ ഇത് അറിയാത്ത ലോകത്തിലെ എല്ലാ ആളുകളെയും നാം ഇത് പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിച്ചാലും ചില ആളുകൾ വിശ്വസിക്കുന്നില്ല. അവർ വിചിത്രമായ കണ്ണുകളോടെ എന്നെ നോക്കുന്നു. എല്ലാവരോടുമായി മറ്റുള്ളവർ നമ്മെ വിചിത്രമായ കണ്ണുകളോടെയോ സ്വാഗതം ചെയ്യുന്ന കണ്ണുകളോടെയോ നോക്കിയാലും നാം ദൈവത്തിന്റെ വേലയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ മഹത്തായ പ്രവൃത്തി നിവൃത്തിയാകുമ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം പ്രതിഫലം നൽകുമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? മത്തായി അധ്യായം 24 വാക്യം 14 നോക്കുമ്പോൾ രാജ്യത്തിന്റെ സുവിശേഷത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും എന്ന് പറയുന്നില്ലേ? അത് തീർച്ചയായും ആരുടെയും അധരങ്ങളിലൂടെ എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും. നമ്മുടെ സുവിശേഷം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതിനാൽ നമുക്ക് ലോകത്തെ രക്ഷിക്കുകയും ഈ സുവിശേഷത്തിലൂടെ നയിക്കുകയും ചെയ്യാം. ദൈവം സ്ഥാപിച്ച സഭയിലെ നമ്മുടെ എല്ലാ സിയോൻ അംഗങ്ങളും എലോഹിം ദൈവത്തിന് നന്ദിയും മഹത്വവും അർപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാം നടപടിയെടുക്കുന്നില്ലെങ്കിൽ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കയില്ല. ലോകത്തെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സഭയെ മാത്രമേ ദൈവം നിയോഗിച്ചിട്ടുള്ളൂ. ഏത് സഭയാണിത്? അത് വേൾഡ് മിഷൻ സൊസൈറ്റി ചർച്ച് ഓഫ് ഗോഡ് ആണ്. ഇക്കാരണത്താലാണ് ദൈവം 1964 ദൈവസഭ സ്ഥാപിച്ചത്. മർക്കോസിന്റെ മാളികമുറി പോലെയുള്ള ഒരു ചെറിയ സ്ഥലത്ത് ആരാധിക്കുമ്പോൾ രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും എന്ന് അവിടുന്ന് എപ്പോഴും പറയുമായിരുന്നു. നമുക്ക് നമ്മുടെ പിതാവ് ശക്തമായി നൽകിയിട്ടുള്ള ഈ ഉപദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി നൽകാം, നമ്മുടെ ശക്തി ശേഖരിക്കാം, ഒപ്പം ഒരുമിച്ച് മുന്നോട്ടു പോകാം. നമുക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താം. ദൈവം കൽപ്പിച്ചതുപോലെ ദൈവസഭ മാത്രമാണ് പെസഹയും ശബ്ബത്തും പുതിയ ഉടമ്പടിയുടെ എല്ലാ ചട്ടങ്ങളും ആചരിക്കുന്നത്. ബൈബിൾ പ്രവചനവുമായി യോജിക്കുന്ന ഏകസഭയാണിത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ആളുകൾ അതിനെ അപകീർത്തിപ്പെടുത്തുന്നത്?
യേശുവിന്റെ ഒന്നാം വരവിന്റെ സമയത്ത് ദൈവസഭ അപകീർത്തിപ്പെട്ടു. ഇത് ദൈവസഭയിലെ അംഗങ്ങൾ ദുഷ്പ്രവൃത്തികൾ ചെയ്തു എന്നതിനെയല്ല, പെസഹ ആചരിക്കുമ്പോൾ കുഞ്ഞാടുകളെ ബലി കഴിച്ചില്ല എന്നതാണ്. എന്നാൽ ഇതിനകം തന്നെ യേശു പെസഹ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും പുതിയ ഉടമ്പടി പ്രഖ്യാപിച്ചു. കൂടാതെ ശബ്ബത്ത് ദിനത്തിൽ മറ്റുള്ളവർ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ചില ധാന്യത്തലകൾ എടുത്ത് കൈകളിൽ തിരുമ്മി ധാന്യങ്ങൾ തിന്നുകയും യേശു രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്: നിങ്ങളിൽ ഒരുത്തൻ ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബ്ബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? ആകയാൽ ശബ്ബത്തിൽ നന്മ ചെയ്യുന്നതു വിഹിതം തന്നെ എന്നു പറഞ്ഞു. അവിടുന്ന് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അവർക്ക് വായ ഉണ്ടായിരുന്നിട്ടും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇപ്രകാരമാണ് അവിടുന്ന് മുൻകാല സഭയെ നയിച്ചത്. 4-ാം നൂറ്റാണ്ടിൽ ബൈബിൾ പ്രവചനമനുസരിച്ച് സാത്താൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റി. അതിനാൽ മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിനായി രണ്ടാം പ്രാവശ്യം സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും കിഴക്കുഭൂമിയുടെ അറ്റത്തുള്ള കൊറിയിൽ വരികയും സത്യം പുനഃസ്ഥാപിക്കുകയും പുതിയ ഉടമ്പടി പ്രകാരം സഭയെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് പഠിപ്പിച്ച പെസഹ പഴയ നിയമത്തിന്റെ നിയമമല്ല. യേശു പഴയ നിയമത്തിലെ ചിത്രമാണോ? പുതിയ നിയമത്തിൽ പെസഹ ആചരിക്കുന്നതിനെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത്? അവിടുന്ന് പെസഹ ആചരിക്കുവാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുകയും എന്നാൽ അവിടുത്തെ ഇഷ്ടം ചെയ്യാതെയിരിക്കുന്നവരെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ വായ്കൊണ്ട് നിങ്ങൾ എന്നോട് അടുക്കുകയും അധരങ്ങളാൽ എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നു, എന്നാൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ്? നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അതുകൊണ്ടാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് അവിടുന്ന് പറഞ്ഞത്. എന്നിരുന്നാലും പിതാവും മാതാവും സിയോൻ മക്കളോട് എന്തു പറയും? എന്റെ പ്രിയ മക്കളെ, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ നോക്കുമ്പോൾ ലോകത്തിന്റെ പരിഹാസവും പീഡനവും വകവയ്ക്കാതെ എന്റെ വാക്കുകൾ പാലിക്കുന്നതിനും കൽപ്പനകൾ പാലിക്കുവാൻ നിങ്ങൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ഞാൻ കാണുന്നു. അതിനാൽ നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ലേ? കുറച്ചുകൂടി പരിശ്രമത്തോടും ശക്തിയോടും കൂടി നമ്മുടെ എല്ലാ സിയോൻ അംഗങ്ങളും പിതാവിനെ സ്വാഗതം ചെയ്യുവാൻ തയ്യാറായിരിക്കട്ടെ. ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് നിങ്ങളെ തന്നെ സമർപ്പിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. ഇതോടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.